അസ്സലാമു അലൈക്കും എൻ്റെ കൂട്ടുകാരെ. എന്തല്ല, ഞാനിന്നുണ്ടല്ലോ ഫുള്ള് ഷോക്കായി പോയി. എന്താണെന്നറിയാവോ? നിങ്ങളും കുറച്ച് ഷോക്കിൽ തന്നെ ആയിരിക്കും. ഷാജിദ ഷാജി തന്നെയാണ് വിഷയം. എൻ്റെ ആരും അല്ല. പക്ഷെ ഞാനും ഒരു യൂട്യൂബറാണ്, അവളും ഒരു യൂട്യൂബറാണ്. അപ്പം നമ്മളൊന്നും പൊട്ടന്മാരല്ല. നമ്മളെല്ലാം പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവള് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. ഞാനൊക്കെ സത്യം നിങ്ങളോട് പറയുന്നത്, ഞാൻ ഉള്ളത് പോലെ തന്നെ ഞാൻ പറയാറുണ്ട് കേട്ടോ. എൻ്റെ എന്ത് കാര്യമായി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഞാനൊരു വീഡിയോയും ചെയ്തിട്ടില്ല. പക്ഷേ അവൾ ആദ്യം കല്യാണം കഴിച്ചു പോട്ടെ, നമ്മളോട് അവളെ വീഡിയോയിൽ പറഞ്ഞത് പോട്ടെ, ആളെ പേരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ട് മഹർ കാണിച്ചു തന്നു, നിക്കാഹ് കഴിഞ്ഞു ഉള്ള ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ജിനൂസ് എന്നുള്ള ഇതില് ജിനു പറയുന്നുണ്ട് ഹണി ട്രാപ്പാണ് ഇത്, അവള് ഹണി ട്രാപ്പ് ചെയ്തതാണ് അവനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളെ വീഡിയോ കാണാൻ ഇട വന്നപ്പോ അതിലും അവള് പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു പൊല്ലാപ്പിലാണ് പോകുന്നത്, വല്ലാത്തൊരു പ്രശ്നത്തിലാണ് പോകുന്നത്, ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല ഞാന്. സത്യം നിങ്ങളോട് പറയാ, ഞാൻ പറഞ്ഞതെല്ലാം കള്ളത്തരാണ്, ഞാൻ തെറ്റാണ് നിങ്ങളോട് പറഞ്ഞതും ചെയ്തതും. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എൻ്റെ ഫ്രണ്ടാണ് അവന്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സുഹൃത്തുക്കളെ. സത്യമായിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്. കാരണം പൊതുസമൂഹത്തിനോട് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളതൊന്നും സാജിദക്ക് അറിയൂലേ. പറയുന്നവരെ മെക്കിട്ട് കയറാൻ മാത്രം അവള് പഠിച്ചിട്ടുണ്ട്, അതിന് നല്ല മിടുക്കുണ്ട്. പറയുന്നവരെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. നീ ആരാ? എൻ്റെ സിസ്റ്ററാണോ? അല്ലെങ്കിൽ നമ്മളാരില്ല, നമ്മള് പ്രേക്ഷകരാണ്, പൊതുജനമാണ്. പൊതുജനത്തിൽ കൂട്ടിയാൽ മതി എന്നെ എല്ലാം. പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് കാണും, അതിന് കമന്റും ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട് അല്ലെ. എൻ്റെ വീഡിയോസിൽ വന്നിട്ടും ചെയ്യാൻ നിങ്ങൾക്കും അധികാരമുണ്ട്. അല്ലെങ്കിൽ പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. എന്തിന്റെ സൂക്കടാണെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയൊക്കെ ഈ ജനങ്ങളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടുള്ള വീഡിയോസ് ഇടേണ്ട ആവശ്യം ആ സൂക്കേട് സാജിദക്ക് എന്തായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞ ഷോക്കായി പോയി. എന്തായി കഴിഞ്ഞാലും പിന്നെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അത് വെറുതെ പറഞ്ഞതാണ്, ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാനൊക്കെ. ഇനിയിപ്പൊ നാളെ വന്നിട്ട് ഇതും ഞാൻ വെറുതെ പറഞ്ഞതാണ്, ശരിക്കും എൻ്റെ നിക്കാഹ് കഴിഞ്ഞത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടുപോകും അല്ലേ. അപ്പൊ എന്താണ് സത്യം എന്നുള്ളത്? എന്തോ ആയിക്കോട്ടെ എന്ന് പിന്നെ വിചാരിക്കണം നമ്മള്. എന്തെങ്കിലും ആക്കട്ടെ, പുല്ല് എന്തെങ്കിലും ആക്കട്ടെ, അങ്ങനെ വിചാരിക്കണം. എന്നാലും നമുക്കൊരു എന്താ പറയാ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ക്യൂരിയോസിറ്റിന്റെ ഇത് പ്രകാരമാണ് നമ്മൾ ഓരോ വീഡിയോസും കണ്ടിരുന്നത്. അത് വ്യൂസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാണോ, ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഞാനത് കാണുന്ന സമയത്ത് അതെന്താ അന്നേരം എൻ്റെ മക്കള് പറഞ്ഞു, അത് കണ്ടോ ഇതെന്താ, ഇവരെന്താ ഈ പറയുന്നത്, ഇവരല്ലേ കല്യാണം കഴിഞ്ഞ് മഹറെല്ലാം കാണിച്ചു തന്നിട്ട് അതും ഫുള്ള് കള്ളത്തരാണോ പറയുന്നത്, ഇതെന്തല്ലേ ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം എന്താണ് അവളെ ജീവിതം കൊണ്ട് കളിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാനാവൂല. ഒരൊറ്റ കാര്യം സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ മക്കള് ഉന്തുന്നുണ്ട് വാതില്. സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഷാജിദ, നിന്റെ ജീവിതമാണ്, നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്താ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റൂല. ഇതേ ഈ അവസരത്തിൽ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോസ് ഇടാനും പറയാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നിനക്ക് തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയാം. അപ്പം എന്തായാലും ഹൈറായൊരു ജീവിതം പടച്ചോന് കൊടുക്കട്ടെ. ആ 5 മക്കൾക്ക് ഉമ്മ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. പിന്നെന്താ, പടച്ചോനെന്നും നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ലൊരു വകതിരിവുള്ള ബുദ്ധി കൊടുക്കട്ടെ. എന്താ ഇതിലപ്പുറം പറയണ്ടേന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഇങ്ങനത്തെ എല്ലാം
പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ കുറെ ഉണ്ട് ഇല്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ ഏത് വിശ്വസിക്കണം? ജനങ്ങളെ എങ്ങനെ പൊട്ടന്മാരാക്കാൻ പാടില്ല ശരിക്കും അല്ലേ? സാജിദാക്കുള്ളൊരു നെഗറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ചാല് അവൾക്ക് എന്തും പറയാം, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവൾക്ക് എന്തും പറയാം, എന്തും കാണിക്കാം. പക്ഷെ ആരും പ്രതികരിക്കാൻ പാടില്ല. ആര് പ്രതികരിച്ചാലും അതിന്റെ താഴെ വന്നിട്ട് അവള് പ്രതിഷേധം കമന്റുമായിട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പം അവൾക്ക് മാത്രമുള്ളതല്ല പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെന്താ, നീ എന്തോ ആയിക്കോ, പക്ഷെ പബ്ലിക്കിൽ വന്നിട്ട് ഇത് മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കാൻ നിൽക്കരുത് എന്നൊരൊറ്റ കാര്യം പറയാനുള്ളൂ കേട്ടോ. മനുഷ്യന്മാരെ ഇങ്ങനെ പൊട്ടന്മാരാക്കരുത്. അതും സ്വന്തം ജീവിതം വെച്ചിട്ട് എന്തെല്ലാം ഇന്റർവ്യൂവിലെല്ലാം വന്ന് പറഞ്ഞിട്ട് ജിനൂസിന്റെ ഇതിലെല്ലാം ചാനലിലെല്ലാം അവള് പറയുന്നുണ്ട്, കൂടെ കഴിയാ ആ കമന്റ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, അത് കണ്ടവര് വായിച്ചിട്ടുണ്ടാവും. എന്താ 5 മക്കളുള്ളവളുടെ കൂടെ കഴിയാം, കല്യാണം കഴിക്കാൻ എന്താ പാടില്ലേ എന്നുള്ളത് ഷാജിദ ചോദിച്ച ചോദ്യമാണത്. അപ്പോ എല്ലാം ഞാൻ എന്താ ഇതിന്നല്ല, ഞാൻ പച്ചക്ക് ഞാനൊന്നും പറയുന്നൊന്നുമില്ല. എന്തായാലും അള്ളാഹു ഹൈറാക്കട്ടെ. അവളൊരു 5 മക്കളെ ഉമ്മയാണ്. നല്ല ജീവിതം, മക്കളെ കൊണ്ടുതന്നെ ഹൈറ ആയി വരട്ടെ അവളുടെ ജീവിതം, പഠിച്ചോ ഹൈറാക്കട്ടെ എന്ന് പറയാ. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാന്. ഞാൻ ആ ഷോക്കിലുള്ളത്, അവളുടെ ആ വീഡിയോ കണ്ട ഒരു ഷോക്കിലുള്ളത്. അവള് പറയുന്നുണ്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഒന്നും അറിയില്ല, അള്ളാഹു ആഴലം എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രം വെളിച്ചം. എന്തിന്റെ പേരിലാണ്, എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നൊന്നും അറിയില്ല. എന്തിനാണ് ഇങ്ങനത്തെ കെട്ടുകഥകളോ അല്ലെങ്കിൽ എന്തിനാ ഓരോ ഇല്ലാവചനങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കിയിട്ട് എന്താ ഇതുകൊണ്ട് ഗുണമെന്നും അവൾക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാ കാര്യങ്ങളും അവളും പഠിച്ചവനും തമ്മിൽ അല്ലേ, നമുക്കൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് എന്റെ മെക്കിട്ട് കയറാനൊന്നും നിൽക്കണ്ട. ആരായാലും അത് കണ്ടാലും ഒന്ന് പ്രതികരിച്ചു പോകും കേട്ടോ. അതിന് ഒന്ന് വന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് തിന്നല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.